വയനാടിന്റെ കാവൽക്കാരൻ കരിന്തണ്ടന്റെ കഥ. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലം. വയനാട് അന്ന് ഇന്നത്തെ പോലെ ആയിരുന്നില്ല. വലിയ മലകളും കൊടും കാടുകളും നിറഞ്ഞ, ആർക്കും വഴി കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരത്ഭുത ലോകമായിരുന്നു അത്. വയനാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ എളുപ്പമുള്ളൊരു വഴി തേടി ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ പലതവണ ശ്രമിച്ചു. പക്ഷേ പരാജയപ്പെട്ടു. അപ്പോഴാണവർ കരിന്തണ്ടനെക്കുറിച്ച് കേൾക്കുന്നത്. വയനാട്ടിലെ പണിയ വിഭാഗത്തിലെ കാരണവരായിരുന്നു കരിന്തണ്ടൻ. ആ കാടിന്റെ ഓരോ മുക്കും മൂലയും, ഓരോ മരവും വള്ളിപ്പടർപ്പും അദ്ദേഹത്തിന് മനഃപ്പാഠമായിരുന്നു. കാട് അദ്ദേഹത്തിന് സ്വന്തം വീട് പോലെയായിരുന്നു. ബ്രിട്ടീഷ് എഞ്ചിനീയർ കരിന്തണ്ടനെ സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചു. നിഷ്കളങ്കനായ കരിന്തണ്ടൻ അത് സമ്മതിച്ചു. മുന്നിൽ കരിന്തണ്ടനും പിന്നാലെ സായിപ്പും കാട് കയറി. കാട്ടുമൃഗങ്ങളെയും വലിയ പാറക്കെട്ടുകളെയും അതിജീവിച്ച് ഇന്നത്തെ താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ആ രഹസ്യ വഴിയിലൂടെ കരിന്തണ്ടൻ അവരെ നയിച്ചു. ഒടുവിൽ അവർ മലമുകളിലെത്തി. അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന മനോഹരമായ കാഴ്ച കണ്ട് സായിപ്പ് അമ്പരന്നു. പക്ഷേ ആ നിമിഷം സായിപ്പിന്റെ മനസ്സിൽ ഒരു ക്രൂരമായ ചിന്തയുദിച്ചു. ഈ വഴി കണ്ടുപിടിച്ചതിന്റെ ഖ്യാതി എനിക്ക് മാത്രം ലഭിക്കണം. കരിന്തണ്ടൻ ജീവിച്ചിരുന്നാൽ ഈ വഴി മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കും. നന്ദി പറയുന്നതിനു പകരം ചതിയുടെ തോക്ക് സായിപ്പ് കരിന്തണ്ടന് നേരെ തിരിച്ചു. ആ മലമുകളിൽ വച്ച് കരിന്തണ്ടൻ കൊല്ലപ്പെട്ടു. അങ്ങനെ വയനാട്ടിലേക്കുള്ള വഴി കാണിച്ചുകൊടുത്ത ആ വലിയ മനുഷ്യൻ ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷികളിൽ ഒരാളായി മാറി. കഥ അവിടെ അവസാനിച്ചില്ല. കരിന്തണ്ടന്റെ ആത്മാവ് ആ ചുരത്തിൽ അലഞ്ഞുതിരിഞ്ഞുവെന്നും അതുവഴി പോകുന്ന വണ്ടികൾക്ക് അപകടങ്ങൾ സംഭവിച്ചുവെന്നും പറയപ്പെടുന്നു. ഒടുവിൽ പ്രശ്നവിധി പ്രകാരം ഒരു മന്ത്രവാദി കരിന്തണ്ടന്റെ ആത്മാവിനെ ഒരു മരത്തിൽ ചങ്ങലയിൽ ബന്ധിച്ചു. ഇന്നും വയനാട്ടിലെ ലക്കിടിയിലെത്തിയാൽ ചങ്ങല ചുറ്റിയ ആ വലിയ മരം ചങ്ങലമരം കാണാം. ബ്രിട്ടീഷുകാരുടെ ചതിയുടെയും കരിന്തണ്ടൻ എന്ന വലിയ മനുഷ്യന്റെയും ഓർമ്മയായി അതിന്നും അവിടെ തലയുയർത്തി നിൽക്കുന്നു.